ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്രയെക്കുറിച്ചാണ്. ചിലതരം മോളിക്യൂൾസ്, പ്രത്യേകിച്ചും കോർഡിനേഷൻ കോംപ്ലക്സുകൾ, ഒരു പ്രത്യേക തരം ട്രാൻസിഷൻസ്, ഹൈലി ഇൻറ്റൻസ് ആയിട്ടുള്ള കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രാൻസിഷൻസ് നമുക്ക് തരും. അതിൻ്റെ ഭാഗമായിട്ട് സ്പെക്ട്രയും നമുക്ക് ലഭിക്കും. അത്തരം ട്രാൻസിഷൻസിനെയാണ് നമ്മൾ ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻസ് എന്ന് വിളിക്കുന്നത്. ആ ട്രാൻസിഷൻസ് കാരണം ഒറിജിനേറ്റ് ചെയ്യുന്ന സ്പെക്ട്രയെ നമ്മൾ ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര എന്ന് വിളിക്കും. അപ്പോൾ ഈ പിക്ചറിൽ 3 മോളിക്യൂൾസ് അല്ലെങ്കിൽ 3 തരം സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സാമ്പിൾ നമുക്ക് വളരെ പരിചയമുള്ള സ്പീഷീസാണ്. അത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. നല്ല ഇൻറ്റൻസ് കളറുള്ള സ്പീഷീസാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. നമുക്കറിയാം, വളരെ കോൺസെൻട്രേഷൻ കുറഞ്ഞ സൊല്യൂഷൻസ് ഉണ്ടാക്കിയാലും നമുക്കതിന് ഇൻറ്റൻസ് കളറ് ലഭ്യമാകും. രണ്ടാമത്തെ സാമ്പിള് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. അതിൽ നമുക്ക് 0.1 മോളാർ സൊല്യൂഷൻ, 0.01 മോളാർ ഒക്കെ ഉണ്ടാക്കിയാലും നല്ല കളർ കിട്ടും. അപ്പോൾ കമ്പാരിറ്റീവ്ലി DD ട്രാൻസിഷൻസ് ലഭിക്കുന്ന, അതുകൊണ്ട് കളർ ഉണ്ടാകുന്ന കോംപ്ലക്സുകളെയോ മോളിക്യൂൾസിനെ അപേക്ഷിച്ച് ഇൻറ്റൻസ് കളറാണ് ഈ പറയുന്ന മോളിക്യൂൾസ് തരുന്നത്. ഇനി മൂന്നാമത്തെ സ്പീഷീസ് ഒരു റുത്തേനിയം കോംപ്ലക്സ് ആണ്. ഇതും ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻസ് തരുന്ന കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇത് ആദ്യത്തെ സ്ലൈഡിൽ തന്നെ ഈ പിക്ചറുകൾ കാണിക്കാനുള്ള കാരണം, ഇതിലേതൊരു ഒരെണ്ണം എടുത്ത് അതിൻ്റെ കളറിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മളോട് ചോദിക്കാം. അത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് ദിസ് ഈസ് എ റുത്തേനിയം കോംപ്ലക്സ്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഓരോന്നും പഠിക്കാം. ഇനി ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻസ് അല്ലെങ്കിൽ ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര എന്താണെന്ന് നോക്കാം. Charge transfer spectra originate due to the transition of electrons from one part of a complex to another part. അപ്പോൾ ഈ പേരിൽ തന്നെ ഒരു കാര്യമുണ്ട്, ചാർജ് ട്രാൻസ്ഫർ. നമുക്ക് 2 ചാർജസിനെ കുറിച്ച് അറിയാവുള്ളൂ, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ? നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് കോംപ്ലക്സിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ട്രാൻസിഷൻസ് ആണ് ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻസ്. അതുകൊണ്ടുണ്ടാകുന്ന സ്പെക്ട്ര ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര. ആൻഡ് ഇലക്ട്രോൺ മൂവ്സ് ഫ്രം ആൻ ഓർബിറ്റൽ വിച്ച് ഈസ് മെയിൻലി ലിഗാൻഡ് ഇൻ ക്യാരക്ടർ ടു ആൻ ഓർബിറ്റൽ വിച്ച് ഈസ് മെയിൻലി മെറ്റൽ ഇൻ ക്യാരക്ടർ. അത്തരത്തിലുള്ള ട്രാൻസിഷൻസിനെ നമ്മൾ LMCT ട്രാൻസിഷൻ എന്ന് വിളിക്കും. ലിഗാൻഡ് ടു മെറ്റൽ, അതാണ് LM. CT എന്ന് പറഞ്ഞാൽ ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻസ്. ഓ വൈസ് വേഴ്സ, അതായത് മെറ്റലിൽ നിന്ന് ലിഗാൻഡിലേക്ക് MLCT. അപ്പോൾ മെയിൻലി ലിഗാൻഡ് ഇൻ ക്യാരക്ടറുള്ള ഒരു ഓർബിറ്റിൽ നിന്ന് മെയിൻലി മെറ്റൽ ഇൻ ക്യാരക്ടറുള്ള ഓർബിറ്റിലേക്ക് പോവുകയാണെങ്കിൽ LMCT, നേരെ തിരിച്ചാണെങ്കിൽ MLCT. അപ്പോൾ അതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കണം, മെയിൻലി ലിഗാൻഡ് ഇൻ ക്യാരക്ടർ ഓർ മെയിൻലി മെറ്റൽ ഇൻ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇത്തരം ട്രാൻസിഷൻസ്, ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഉപയോഗിച്ചുകൊണ്ടാണ്. കോർഡിനേഷൻ കോംപ്ലക്സസിൻ്റെ ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതിൻ്റെ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ നമുക്ക് MO തിയറി ഉപയോഗിക്കാം. MO തിയറിയുടെ ബേസിക് ഐഡിയ എന്താണ്? അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് മോളിക്കുലർ ഓർബിറ്റലുകൾ ഉണ്ടാകും. അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ടു ഫോം മോളിക്കുലർ ഓർബിറ്റൽസ് ആണ് MO തിയറിയുടെ ബേസിക് ഐഡിയ. പക്ഷെ ഇവിടെ നമ്മൾ ചെറിയ ഒരു വ്യത്യാസം വരുത്തും. നമ്മളിങ്ങനെ മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാകുമ്പോൾ സെർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ലിഗാൻഡ് ക്യാരക്ടർ ലിഗാൻഡിൽ നിന്ന് വരുന്ന ഓർബിറ്റലുകൾ റീറ്റെയിൻ ചെയ്യും. അതുപോലെ സെർട്ടൺ പെർസെൻറ്റേജ് ഓഫ് മെറ്റൽ ക്യാരക്ടർ മെറ്റലിൽ നിന്ന് വരുന്ന ഓർബിറ്റൽ റീറ്റെയിൻ ചെയ്യും. ഇതുകൊണ്ടാണ് ലിഗാൻഡ് ക്യാരക്ടറും മെറ്റൽ ക്യാരക്ടറും എന്നുള്ള രീതിയിൽ നമ്മളിവിടെ ടേംസ് ഉപയോഗിച്ചിരിക്കുന്നത്. Unlike the DD transitions, charge transfer transitions are fully allowed and hence give rise to much more intense absorption bands. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ DD ട്രാൻസിഷൻസിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ DD ട്രാൻസിഷൻസിൻ്റെ കേസിൽ സെലക്ഷൻ റൂളുകൾ ബാധകമാണ്. 2 സെലക്ഷൻ റൂളുകൾ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചു. അത്തരം സെലക്ഷൻ റൂളുകൾ പൂർണ്ണമായിട്ടും അനുസരിക്കുന്ന ട്രാൻസിഷൻസിനെ നമ്മൾ അലൗഡ് ട്രാൻസിഷൻ എന്ന് പറയും. അവരെ പാർഷ്യലായിട്ടോ മുഴുവനായിട്ടോ ഡിസൊബേ ചെയ്യുന്ന ട്രാൻസിഷൻസിനെ നമ്മൾ ഫോർബിഡൻ ട്രാൻസിഷൻസ് എന്ന് പറയും. ഫോർബിഡൻ ട്രാൻസിഷൻസ് പലപ്പോഴും നടക്കും, പക്ഷേ അവരുടെ ഇൻറ്റൻസിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ DD ട്രാൻസിഷൻസിനെല്ലാം ഒരു സെർട്ടൺ പെർസെൻറ്റേജ് ഫോർബിഡൻ നേച്ചറുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? D ഓർബിറ്റലുകൾ തമ്മിലാണ് ട്രാൻസിഷൻസ്.
ഒക്ടാഹെഡ്രലും ടെട്രാഹെഡ്രലും ട്രാൻസിഷൻസ് നടക്കുമ്പോഴുള്ള പ്രശ്നം നമുക്കറിയാം. ടെട്രാഹെഡ്രലാണെങ്കിൽ സെൻറ്റർ ഓഫ് സിമെട്രി ഇല്ല, അപ്പോൾ ഈ GU ഇഷ്യൂ അവിടെ ഇല്ല ടേം സ്റ്റേറ്റുകൾ പരിഗണിക്കുമ്പോൾ. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഓർബിറ്റലുകൾക്ക് G ക്യാരക്ടറുണ്ട്, D ഓർബിറ്റലിന്. അപ്പോൾ അവിടെ DD ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ G to G ട്രാൻസിഷൻസ് ആണ്. അപ്പോൾ അവിടെ ഫോർബിഡൻ നേച്ചർ ചെറുതായിട്ട് വരുന്നുണ്ട്. അവരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പം ഈ ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻസിന് ഈ റൂൾസ് ഒന്നും ബാധകമല്ല. സെലക്ഷൻ റൂളുകളെ അവർക്ക് നോക്കുകയേ വേണ്ട. അതുകൊണ്ട് തന്നെ ഇത്തരം ട്രാൻസിഷൻസിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് എപ്സിലോൺ വാല്യൂ വിൽ ബി ഇൻ ദ റേഞ്ച് ഓഫ് 10⁻³ to 10⁻⁶. നമ്മൾ നേരത്തെ കണ്ട കളറൊക്കെ കാണുമ്പോൾ അറിയാം എത്ര ഇൻറ്റൻസ് ആണ് ആ കളേഴ്സ് എന്ന് നമുക്ക് മനസ്സിലാവും. Then the charge transfer transitions may also be regarded as an internal redox process. റിഡോക്സ് പ്രോസസ്സുകൾ എന്താണെന്ന് നമുക്കറിയാം. സൈമിൾട്ടേനിയസ് ആയിട്ട് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ റിഡോക്സ് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. എയും ബിയും തമ്മിൽ റിയാക്ട് ചെയ്തു. എ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, ബി 2 ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. ഒരേ സമയം ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന സിസ്റ്റമാണ് അവിടെ. അത്ര റിയാക്ഷൻസ് ആണ് റിഡോക്സ് റിയാക്ഷൻസ്. ഇവിടെ എന്താണ്, ഒരു മോളിക്യൂളിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. സൈമിൾട്ടേനിയസ് ആയിട്ട് ഈ പ്രോസസ്സ് നടക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രോസസ്സിനെ നമ്മൾ ഇൻറ്റേർണൽ റിഡോക്സ് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് LMCT-യെക്കുറിച്ചും MLCT-യെക്കുറിച്ചും അല്പം വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻസ് ആണ്. LMCT എന്ന് വിളിക്കും. അപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന സൊല്യൂഷൻസ് നമുക്ക് വളരെ പരിചയമുള്ള സൊല്യൂഷൻസ് ആണ്. ദിസ് ഈസ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, KMnO4 എന്ന് നമ്മൾ പറയുന്ന പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻസ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ പൗഡറാണിത്. ഇതൊരു ഡൈലൂട്ട് സൊല്യൂഷനാണ്. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ കളർ എത്ര ഇൻറ്റൻസ് ആണെന്ന് നമുക്കറിയാം. വലതുവശത്ത് കാണിച്ചിരിക്കുന്നത് ഇത് പൊട്ടാസ്യം ഡൈക്രോമേറ്റും ഇത് പൊട്ടാസ്യം ക്രോമേറ്റുമാണ്. അതിലും കമ്പാരറ്റീവ്ലി നല്ല കളറുള്ള സൊല്യൂഷൻസാണ്. അപ്പോൾ ഇത്തരം സൊല്യൂഷൻസിൻ്റെ കളറ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ LMCT ട്രാൻസിഷൻസിനെ ഉപയോഗിക്കുന്നത്. ഈ കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ കളറ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ടു മേക്ക് ദ ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഫ്രം ലിഗാൻഡ് ടു മെറ്റൽ 2 കണ്ടീഷൻസ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. ഒരു LMCT ട്രാൻസിഷൻ നടക്കണമെങ്കിൽ, ഇപ്പോൾ എല്ലാ മോളിക്യൂൾസിലൊന്നും LMCT ട്രാൻസിഷൻസ് നടക്കില്ല. ചില ടിപ്പിക്കൽ മോളിക്യൂൾസിലെ ടിപ്പിക്കൽ കോംപ്ലക്സുകളിൽ മാത്രമേ ഈ ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻസ് ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, എങ്ങനെയുള്ള മോളിക്യൂൾസിലാണ് ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻസ് നടക്കുക, അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന LMCT ട്രാൻസിഷൻസ് നടക്കുക? ഇതൊക്കെ ഈ ആംഗിളുകളിലൊക്കെ ചോദ്യമായിട്ട് വരാം. ടു മേക്ക് ദ ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഫ്രം ലിഗാൻഡ് ടു മെറ്റൽ 2 കണ്ടീഷൻസ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഏതൊക്കെയാണ് ആ കണ്ടീഷൻസ്? Metals with relatively high ionization energy which are having empty orbitals at fairly low energies. എന്ന് വെച്ചാൽ എന്താ, മെറ്റലിന് ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതിനെന്ത് വേണം? മെറ്റലിന് ചുമ്മാ കൈവെക്കാൻ പറ്റില്ല, ഓർബിറ്റലുകളിലെ ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. സോ ദ മെറ്റൽ ഷുഡ് ഹാവ് എംപ്റ്റി ഓർബിറ്റൽസ് അറ്റ് ഫെയർലി ലോ എനർജീസ്. ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എംപ്റ്റി ഓർബിറ്റൽസ് ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ മെറ്റൽ ഷുഡ് ഹാവ് ഹൈ അയണൈസേഷൻ എനർജി. ഫോർ എക്സാമ്പിൾ, ട്രാൻസിഷൻ ആൻഡ് പോസ്റ്റ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഇൻ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഏറ്റവും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടിയിരിക്കുന്ന, മിക്കപ്പോഴും ഒരു ട്രാൻസിഷൻ എലമെൻറ്റിന് പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴാണ് ഈ ചാർജ് ട്രാൻസ്ഫർ നടക്കാനുള്ള സാധ്യത. അപ്പോൾ മാംഗനീസിൻ്റെ കേസ് Mn7+ ആണ് മാംഗനീസിൻ്റെ പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. KMnO4ൽ +7 സ്റ്റേറ്റിലാണ് ഇത് നിൽക്കുന്നത്. ക്രോമിയത്തിൻ്റെ കേസിലോ Cr6+, ഡൈക്രോമേറ്റിലൊക്കെ 6+ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഹയസ്റ്റ് പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രാൻസിഷൻ ഓർ പോസ്റ്റ് ട്രാൻസിഷൻ എലമെൻ്റ് ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ ലിഗാൻഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. An ideal ligand which should be a non-metal with relatively low electron affinity which is having filled orbitals of fairly high energies and would be readily oxidizable. എന്താണ്, ലിഗാൻഡിൻ്റെ കയ്യിൽ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം, ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഉണ്ടായാൽ മാത്രമല്ല അവർക്ക് കൊടുക്കാനുള്ള
മനസ്സുണ്ടാവണം. അതായത് ലോ ഇലക്ട്രോൺ അഫിനിറ്റി ആയിരിക്കണം. ഉള്ള ഇലക്ട്രോണിനെ എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ലോ ഇലക്ട്രോൺ അഫിനിറ്റി ഉണ്ടായിരിക്കണം. ആൻഡ് ഓർബിറ്റൽസ് ഷുഡ് ഹാവ് ഹൈ എനർജി. ഉദാഹരണത്തിന് ചാൽക്കോജനൈറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഹെവിയർ ഹാലൈറ്റ്സ് ആവാം. ചാൽക്കോജനൈറ്റ്സ് ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്സിജൻ സൾഫർ പോലുള്ള സിസ്റ്റംസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഹെവിയർ ഹാലൈറ്റ്സ് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകൾ. അപ്പോൾ ഒരു പർട്ടിക്കുലർ കോംപ്ലക്സ് തന്നിട്ട് ഇത് ചാർജ് ട്രാൻസ്ഫർ തരുമോ ഇല്ലയോ എന്നൊരു ചോദ്യം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കണ്ടീഷൻസ് ബാധകമാണോ എന്ന് നമ്മൾ നോക്കണം. മെറ്റൽ ഹൈ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണോ? ഇനി ചിലപ്പോൾ ആയിരിക്കാം, ഇല്ലെങ്കിൽ അല്ലായിരിക്കാം. രണ്ടാമത്തെ കേസ്, ഇത്തരത്തിലുള്ള ഒരു ലിഗാൻഡ് അവിടെ ഉണ്ടോ? ഇത് രണ്ടും ഉണ്ടെങ്കിൽ നല്ല സാധ്യതയുണ്ട്. ഇനി ഒരു കണ്ടീഷൻ ആണെങ്കിൽ പോലും ട്രാൻസിഷൻസ്, CT ട്രാൻസിഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. ദ കളർ ഓഫ് കാഡ്മിയം യെല്ലോ CDS ആണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു LMCT ട്രാൻസിഷൻ. S2- നിന്ന് കാഡ്മിയം 2+ലേക്ക്. അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആവുന്നുള്ളൂ. കാഡ്മിയം 2+ലേക്ക് S2- നിന്ന് പോകും. ഇനി കാഡ്മിയത്തിന് സാധാരണഗതിയിൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ സൾഫറിൻ്റെ കാര്യം നോക്കിയാൽ മതി. ഇനി ഇതാണ് അതിൻ്റെ കളറ്, കാഡ്മിയം യെല്ലോ എന്ന് പറഞ്ഞ കോമ്പൗണ്ട്. ഇനി അടുത്ത എക്സാമ്പിൾ HGS ആണ്. റെഡ് കളർ ഓഫ് HGS ഈസ് ഡ്യൂ ടു ദ ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻസ്. LMCT Hg2+ ആണ്. S2- നിന്ന് Hg2+ലേക്ക് ഇലക്ട്രോണുകൾ പോകും. ഇതാണ് ആ കളറ്, HGSൻ്റെ കളർ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ടിപ്പിക്കലായിട്ടുള്ള ടെട്രാ ഓക്സോ ആനയോൺസ് സ്പീഷീസുകളെ കുറിച്ച് നോക്കാം. പർട്ടിക്കുലർലി MnO4, CrO4 2- പോലുള്ള സിസ്റ്റംസ്. ദേ ആർ ഗുഡ് എക്സാമ്പിൾസ് ഓഫ് LMCT ട്രാൻസിഷൻസ്. ഇവരെ ടെട്രാ ഓക്സോ ആനയോൺസ് എന്നാണ് വിളിക്കുന്നത്. MnO4-, CrO4 2-. അപ്പോൾ ആ ടേം കൂടി നമുക്ക് ഓർത്ത് വെക്കണം. ടെട്രാ ഓക്സോ ആനയോൺസ് 4 ഓക്സിജൻ ആറ്റംസ് ഉള്ള സ്പീഷീസാണ്. ദെൻ കളർ ഓഫ് KMnO4, അതിലൊരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുത്ത് കാണാം. എന്താണ് കളർ ഓഫ് KMnO4ൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം, LMCT ട്രാൻസിഷൻസ് ആണ്. ഇനി അതെങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ദ മെറ്റൽ atom, the central metal manganese is in a formal oxidation state of +7 and it combines with 4 oxide ions. അപ്പോൾ നമ്മുടെ രണ്ട് കണ്ടീഷൻസ് നമുക്ക് നോക്കാം. മാംഗനീസ് ഹയസ്റ്റ് പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, +7. അവരുടെ കയ്യിൽ empty ഓർബിറ്റൽസും ഉണ്ട്. ഇനി കൂടെ ആരാ ഉള്ളത്? ഓക്സൈഡ് അയോൺസ്. അതും നമുക്ക് പറ്റുന്ന രീതിയിലുള്ളതാണ്. 4 ഓക്സൈഡ് അയോൺസ് ഉണ്ട്. We can explain the LMCT transition of MnO4- using the molecular orbital diagram for tetrahedral complexes. നമുക്ക് molecular orbital diagram പല ജോമെട്രിയിലും കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ടെട്രാഹീഡ്രൽ കോംപ്ലക്സ്. കാരണം എന്താ, MnO4-ന് ടെട്രാഹീഡ്രൽ നേച്ചറാണ് ഉള്ളത്. ടെട്രാഹീഡ്രൽ സ്ട്രക്ചറിലാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെട്രാഹീഡ്രലിൻ്റെ കേസിലുള്ള MO ഡയഗ്രാം ഉപയോഗിക്കാം. ഇതാണ് ടെട്രാഹീഡ്രലിൻ്റെ കേസിലുള്ള MO ഡയഗ്രാം. അപ്പോൾ അതിൽ നോക്കാം. ഇവിടെ Ml4 സിസ്റ്റം, മെറ്റൽ 4 ലിഗാൻഡ് കൂടി ചേർന്ന് നമുക്ക് ഉണ്ടായിരിക്കുന്നു. ഇവിടെ സിഗ്മ LGOസും പൈ LGOസും ഒക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഈ MO ഡയഗ്രത്തിൻ്റെ ഫോർമേഷനിലേക്കൊന്നും അധികം പോകുന്നില്ല. നമുക്ക് ആവശ്യമുള്ളത് ഈ ഭാഗത്തുള്ള എനർജി ലെവലുകളെ കുറിച്ചാണ്. നമുക്കൊരു T2, T1, E, T2*. ഇങ്ങനെയുള്ള 4 എനർജി ലെവലുകളാണ് നമ്മളെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആ എനർജി ലെവലുകളെക്കുറിച്ച് മാത്രമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് മെറ്റൽ ഓർബിറ്റലുകളും ഇവിടെ കാണിച്ചിരിക്കുന്നത് ലിഗാൻഡ് ഓർബിറ്റലുമാണ്. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ കാണിച്ചിരിക്കുന്നത് അവർ തമ്മിൽ ചേർന്നിട്ടുണ്ടാകുന്ന മോളിക്കുലർ ഓർബിറ്റലുകളാണ്. അപ്പോൾ അതിലെ T2, T1, E, T2* എന്ന് പറഞ്ഞ 4 ലെവൽസിനെ നമ്മൾ പ്രത്യേകമായിട്ട് നോക്കാൻ പോകുന്നു. The 4 lowest energy sigma bonding orbitals will be filled and primarily ligand in character. അപ്പോൾ ഇവിടെയുള്ള 4 ഓർബിറ്റൽസ് സിഗ്മ ബോണ്ടിങ് ആണ്. അവർ ഇവിടെ A1-ൽ ഒരെണ്ണം, T2-ൽ 3 എണ്ണം. അപ്പോൾ അവിടെ ആ 4 പേര് ഫിൽഡ് ആണ്. അവർ പ്രൈമറിലി ലിഗാൻഡ് ഇൻ ക്യാരക്ടറാണ്. ദർ ആർ 2 സെറ്റ്സ് ഓഫ് 2 നോൺ ബോണ്ടിങ് MOs, 1 ലിഗാൻഡ് സെൻറ്റേഡ് ആൻഡ് 1 മെറ്റൽ സെൻറ്റേഡ്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ T1-ഉം E-യും ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. T1-ൽ കണക്ഷൻ ഇവിടുന്ന് മാത്രമേ വന്നിരിക്കുന്നുള്ളൂ, E-യിൽ കണക്ഷൻ ഇവിടുന്ന് മാത്രമേ വന്നിരിക്കുന്നുള്ളൂ. സോ ദർ ആർ 2 സെറ്റ്സ് ഓഫ് നോൺ ബോണ്ടിങ്
MOs. ഒരു 2 അഡീഷണൽ ആണെന്ന് നോക്കേണ്ട കാര്യമില്ല. ദർ ആർ 2 സെറ്റ്സ് ഓഫ് നോൺ ബോണ്ടിങ് MOs. ഒന്ന് ഒരു T1ഉം ഒരു Eയും. In the MnO4 minus ion, these orbital will correspond to filled oxygen p-pi orbitals and empty manganese 3d orbitals respectively. So this will be filled. ഇത് T1 ആണ്, ഇത് filled ആണ്. ഇതിലും ഇലക്ട്രോണുകളുണ്ട്. E എന്ന് ഉദ്ദേശിക്കുന്നത് T2 ഇവിടുന്ന് വന്നിരിക്കുന്ന d orbitals ആണ്. T2 plus E എന്ന് പറഞ്ഞ കേസിൽ വന്നിരിക്കുന്ന d orbitals ആണ്. അവർ മെറ്റലിൽ നിന്ന് വന്നിരിക്കുന്നു. അപ്പോൾ ഇത് എംറ്റി ആണ്. അതിന് മുകളിലായിട്ടുള്ള ആളുകളെല്ലാം എംറ്റി ആണ്. അപ്പോൾ ഇവിടെ വരെ ഓക്യുപ്പൈഡ് ആണ്. T2ഉം T1ഉം വരെ ഓക്യുപ്പൈഡ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ട്രാൻസിഷൻസിനെ കുറിച്ച് നോക്കണം. All of the higher energy antibonding molecular orbitals would be unoccupied for a manganese 7 complex. അപ്പോൾ ഇവിടെ വരെ ഓക്യുപ്പൈഡ് ആണ്. ഇനി ഇങ്ങോട്ടുള്ള ആൾക്കാരെല്ലാം അൺഓക്യുപ്പൈഡ് ആണ്. അപ്പോൾ ഇനി ട്രാൻസിഷൻസ് നമുക്ക് നോക്കാം. ആ കേസിൽ നമുക്ക് എന്തൊക്കെ ട്രാൻസിഷൻസ് നടക്കാം? ഇവിടെ T1ൽ വരെയുണ്ട്, T2ലും T1ലും ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇനിയുള്ള ട്രാൻസിഷൻസ് പോസിബിൾ ആയിട്ടുള്ള ഒത്തിരി ട്രാൻസിഷൻ നടന്ന് ഇങ്ങോട്ടൊന്നും ഇലക്ട്രോൺസ് പോകത്തില്ല, കാരണം വളരെ ഹൈ എനർജി ട്രാൻസിഷൻസ് ആണ്. അപ്പോൾ അടുത്തുള്ള ലെവലുകളിലേക്ക് ഇവർക്ക് പോകാം. എവിടെ നിന്ന് പോകും? T2 to Eയിലേക്ക് പോകാം, T2 to T2 സ്റ്റാറിലേക്ക് പോകാം, T1 to Eയിലേക്ക് പോകാം, T1 to T2 സ്റ്റാറിലേക്ക് പോകാം. ഇങ്ങനെ 4 ട്രാൻസിഷൻസ് അവിടെ കാണിച്ചിട്ടുണ്ട്. 4 ട്രാൻസിഷൻസ് 1 2 3 4. ആ 4 ട്രാൻസിഷൻസ് അവിടെ പോസിബിളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. T1 to E, T1 to T2 സ്റ്റാർ, T2 to E, T2 to T2 സ്റ്റാർ. ഇങ്ങനെ 4 ട്രാൻസിഷൻസ് അവിടെ സാധ്യമാണ്. കമ്പാരിറ്റീവ്ലി ലോവസ്റ്റ് എനർജിയിൽ. ആ എനർജി ഡിഫറൻസ് നോക്കിയാൽ മതി. ഈ ഒരു ഇതിൽ നോർമൽ രീതിയിൽ ട്രാൻസിഷൻസ് നടക്കുകയുള്ളൂ, കാരണം ഈ എനർജി ലെവലുകൾ തമ്മിൽ എനർജി ഡിഫറൻസ് ഒത്തിരി ഇല്ല. അപ്പോൾ അവിടുന്ന് T2ഉം T1ഉം ഓക്യുപ്പൈഡ് ആണ്. T2ൽ നിന്ന് Eയിലേക്ക് പോകാം, T2ൽ നിന്ന് T2 സ്റ്റാറിലേക്ക് പോകാം, T1ൽ നിന്ന് Eയിലേക്ക് പോകാം, T1 to T2 സ്റ്റാർ പോകാം. അപ്പോൾ അങ്ങനെയുള്ള 4 ട്രാൻസിഷൻസ് അവിടെ സാധ്യമാണ്. ഇനി ഫോർ ദ MnO4 മൈനസ് ഓൾ ഓഫ് ദീസ് ട്രാൻസിഷൻസ് ഹാവ് ബീൻ ഒബ്സർവ്ഡ്. അപ്പോൾ ഇങ്ങനെ MnO4ൻ്റെ കേസിൽ ഈ 4 ട്രാൻസിഷൻസ് നടക്കും. അതിൽ ഒന്നാമത്തെ ട്രാൻസിഷൻസ് 17,700 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. അത് T1 to E, അതാണ് ഏറ്റവും എനർജി കുറവുള്ള ട്രാൻസിഷൻസ്. ദെൻ 29,500 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് T1 to T2 സ്റ്റാർ. ദെൻ 30,300 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് T2 to E, 44,400 T2 to T2 സ്റ്റാർ. അപ്പോൾ ഓരോ ബുക്കിലും ഇതിൻ്റെ വാല്യൂസ് ചെറുതായിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും, എന്നാലും കമ്പാരിറ്റീവ്ലി ഈ വാല്യൂവിലാണ് നിൽക്കുന്നത്. അപ്പോൾ 17,700 പകരം 17,600 500 ഒക്കെ മറ്റൊരു ബുക്കിൽ നമുക്ക് ചിലപ്പം കാണാനായിട്ട് സാധിക്കും. എന്നാലും 4 ട്രാൻസിഷൻസ് ഈ റേഞ്ചിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ വാല്യൂസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ഒരെണ്ണം മാത്രം ഞാൻ KMnO4ൻ്റെ കളറിലാണ് കാണിച്ചിരിക്കുന്നത്. ഏത് ട്രാൻസിഷനാണ് KMnO4ൻ്റെ കളറിന് കാരണമായിട്ടുള്ളത്? അത് ഈ ട്രാൻസിഷനാണ് 17,700. അതിൻ്റെ കാരണം എന്താ? ദ ഓൺലി അബ്സോർപ്ഷൻ അറ്റ് 17,700 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ഫോൾസ് വിത്തിൻ ദ വിസിബിൾ റേഞ്ച്. 14,600 തൊട്ട് 28,000 വരെയുള്ള വിസിബിൾ റേഞ്ചിലുള്ള ഒറ്റ ട്രാൻസിഷനേ അതിനകത്തുള്ളൂ. സോ ദാറ്റ് ട്രാൻസിഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പിങ്ക് കളർ അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളർ ഓഫ് KMnO4. 17,700 ട്രാൻസിഷൻ അതേതാ? T1 to E. And it is responsible for the deep purple color of KMnO4. അപ്പോൾ ഈ 4 ട്രാൻസിഷൻസ് അവിടെ ഉണ്ട്. പക്ഷേ അതിൽ കളറിന് കാരണമായിട്ടുള്ള ട്രാൻസിഷൻ T1 to E ആണ്. സോ മെനി iodide salts are also colored because of charge transfer transitions of this type. HgI2 സെയിം സിസ്റ്റമാണ്, ഹയർ ഹാലൈഡ് ആണ്. HgI2 റെഡ് കളറിൽ, BiI3 ഓറഞ്ച് റെഡ് ആണ്, PbI2 യെല്ലോ കളർ. അപ്പോൾ ഇവിടെ എല്ലാം LMCT ട്രാൻസിഷൻ പോസിബിൾ ആണ്. In the case of tetraoxo anions, the trends in LMCT transitions energies will be as follows. So അതിൻ്റെ എനർജി നോക്കിക്കഴിഞ്ഞാൽ down the group energy will be increasing. അപ്പോൾ നമ്മൾ 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ്, മോളിബിഡിനം, ടെക്നീഷ്യം, റീനിയം ഇത് ഒരേപോലെ ഒരു ഗ്രൂപ്പിൽ വരുന്ന ആളുകളാണ്. താഴേക്ക് വരുന്നു. ക്രോമിയം, മോളിബിഡിനം, ടങ്സ്റ്റൺ, വനേഡിയം, നിയോബിയം, ടാൻഡലം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ടെട്രാഓക്സോ ആനിയോൺസ്. ഇവിടെ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇത് +6, ഇത് +5. എല്ലാവരുടെ കേസിലും ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻസ് കിട്ടും. പക്ഷേ അവരുടെ എനർജി ഓർഡർ, ട്രാൻസിഷൻ്റെ എനർജി ഓർഡർ താഴേക്ക് വരുമ്പം കൂടും. ഡൗൺ ദ ഗ്രൂപ്പ് എനർജി ഇൻക്രീസസ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ പറഞ്ഞ കേസുകളിലെല്ലാം നമുക്ക്
ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻസ് കിട്ടും എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. Then the LMCT energy decreases towards right. VO4 3 minus CrO4 2 minus MnO4 2 minus. അപ്പോൾ വലതുവശത്തേക്ക് പോകുന്നതോറും ഇതിൻ്റെ എനർജി കുറയും. അപ്പോൾ ഇത് ഒരു ഒബ്സർവേഷനാണ്. അതിന് റീസൺ ഒക്കെ ഉണ്ട്. അത് ഒരു ഹോംവർക്കായിട്ട് വേണമെങ്കിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ഓർത്തുക. നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്തരം സ്പീഷീസുകളെല്ലാം ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻസ് തരും. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് മെറ്റൽ ടു ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷനാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഏതാണ്? ലിഗാൻഡ് ടു മെറ്റൽ ആയിരുന്നു. മെറ്റൽ ടു ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻസ് ആർ favored in complexes that have occupied metal centered orbitals and vacant low lying ligand centered orbitals. നേരെ നമ്മൾ പറഞ്ഞതിന് തിരിച്ച് മെറ്റലിൻ്റെ കയ്യിൽ ഇലക്ട്രോൺ ഉണ്ടായിരിക്കണം, ഒക്കുപ്പൈഡ് ഓർബിറ്റൽസ് ഉണ്ടായിരിക്കണം. ലിഗാൻഡിൻ്റെ കയ്യിൽ ഇലക്ട്രോണിനെ വാങ്ങാനുള്ള രീതിയിലുള്ള വേക്കൻറ്റ് ലോ ലൈയിങ് ഓർബിറ്റൽസ് ഉണ്ടായിരിക്കണം. ലിഗൻഡ്സ് ഹാവിങ് വേക്കൻറ്റ് പൈ ആൻറ്റിബോണ്ടിങ് ഓർബിറ്റൽസ് സച്ച് ആസ് CO, കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ കാർബോണൈൽ ലിഗാൻഡ് എന്ന് പറയും, പിരിഡിൻ, ബൈപിരിഡിൻ, പൈറസിൻ, ഓർത്തോഫിനാൻത്രോളിൻ, ഇതൊക്കെ നല്ല എക്സാമ്പിൾസാണ്. അപ്പം ഈ ലിഗാൻഡുകളെക്കുറിച്ച് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. CO, PY, ബൈപിരിഡിൻ, പൈറസിൻ, ഓർത്തോഫിനാൻത്രോളിൻ ലിഗാൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അത്തരമൊരു കോംപ്ലക്സ് ആണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അവിടെ MLCT ട്രാൻസിഷൻ നടക്കാനുള്ള സാധ്യത എപ്പോഴും ഉണ്ടായിരിക്കും. So the metal d orbital should be relatively high in energy and it should be filled. അപ്പോൾ filled orbitals ഉള്ള സ്പീഷീസുകളായിരിക്കണം. Then the possible MLCT transition for an octahedral complex in which both T2G and EG star orbitals are occupied is shown here. നമുക്കിവിടെയും MO ഡയഗ്രാം ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. MO ഡയഗ്രത്തിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒക്ടാഹെഡ്രലിൻ്റെ MO ഡയഗ്രമാണ്. ML6 കേസാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ 3 എനർജി ലെവലുകളെക്കുറിച്ച് മാത്രം, സർക്കിളിലുള്ള എനർജി ലെവലിനെക്കുറിച്ച് മാത്രമേ നമ്മളിപ്പോൾ പറയുന്നുള്ളൂ. അവിടെ T2G, EG സ്റ്റാർ ഓർബിറ്റൽസ് ഉണ്ട്. ഇവിടെ രണ്ടിടത്തു നിന്നും മെറ്റൽ സെൻറ്റേർഡ് ആണ് മെയിൻലി പൈ സ്റ്റാറിലേക്ക് ട്രാൻസിഷൻസ്. പൈ സ്റ്റാറിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇവിടെ ലിഗാൻഡിൽ നിന്ന് മാത്രമേ കണക്ഷൻ വരുന്നുള്ളൂ. സോ അതൊരു ലിഗാൻഡ് സെൻറ്റേർഡ് ഓർബിറ്റലാണ്. അതിലേക്ക് ഈ പറയുന്ന ട്രാൻസിഷൻ നടന്നിരിക്കുന്നു. അപ്പോൾ ഇത്തരം ട്രാൻസിഷൻസിനെയാണ് നമ്മൾ മെറ്റൽ ടു ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ എന്ന് വിളിക്കുന്നത്. സോ കോംപ്ലക്സസ് സച്ച് ആസ് RU BPY thrice 2+, Fe PHEN thrice 2+, WCO4 PHEN, ഇത് CO ആണ്, സോ കാർബോണൽ CO4 PHEN, FeCO3 BPY ബൈപിരിഡിൻ ആണ്. ദേ ഷോസ് MLCT ട്രാൻസിഷൻസ്. അപ്പോൾ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ചാർജ് ട്രാൻസ്ഫർ പറയാൻ വേണ്ടി ഇതിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം കൂടി അവിടെ ചേർത്ത് വെക്കണം. അപ്പോൾ അതിൽ നമ്മൾ ആ പറയുന്ന എനർജി ലെവലുകളെക്കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക, 2 കേസും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻസിനെ കുറിച്ച് പഠിക്കേണ്ടത്. എന്താണ് ചാർജ് ട്രാൻസ്ഫർ, അതിൻ്റെ 2 ടൈപ്പ് MLCTയും LMCTയും, അതിന് എക്സാമ്പിൾസ്, KMnO4ൻ്റെ കളറിൻ്റെ എക്സ്പ്ലനേഷൻ, KMnO4ൻ്റെ കേസിലുള്ള ചാർജ് ട്രാൻസ്ഫറിൻ്റെ എക്സ്പ്ലനേഷൻ, ഇങ്ങനെ എന്ത് വേണമെങ്കിലും അവിടുന്ന് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാം.